സർ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ മദ്യത്തിൻ്റെ ഏതാണ്ട് 16% അത് ഉപയോഗിക്കുന്നത് മലയാളികളാണ്. 4000 കോടി രൂപയ്ക്ക് ഒരു വർഷം അരി വാങ്ങുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 10,000 കോടിയിലധികം രൂപ മദ്യത്തിന് വേണ്ടി മലയാളി ചിലവാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മലയാളിക്ക് ഇത്ര മദ്യപാനാസക്തി? സ്വർണത്തിനണക്കെന്താ? സ്വർണത്തിനണക്കറിയോ? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണത്തിന് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് വലിയൊരു പങ്ക് കൺസ്യൂം ചെയ്യുന്നവരും മലയാളികളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നിങ്ങൾ കോമൺ ഫാക്ടർ ആണ്. പക്ഷേ സ്വർണം ഒരു ശരീരത്തിന് ദോഷം ചെയ്യുന്ന സാധനമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിലൊരു കോമൺ ഫാക്ടർ കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ടാണ് സ്വർണവും ഈ പറയുന്ന പോലെ തന്നെ ഈ മദ്യവും ഇത്ര മാത്രം കേരളത്തിൽ ചിലവാകുന്നുണ്ട്. സ്വർണം ചിലവാകുന്ന ഒരു കാര്യം, സ്വർണ്ണ ആളുകൾ മേടിച്ചു കൂട്ടുന്നത് ഒന്ന്, സ്ത്രീധനം പോലെയുള്ള അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ്. ഭയങ്കര പ്രബുദ്ധരാണ് നമ്മൾ പറയുമ്പോൾ പോലും കേരളത്തിൽ അത്ര സ്ത്രീധനം കൊടുക്കുന്ന പ്രദേശങ്ങൾ ഇന്ത്യയിൽ വളരെ അപൂർവമായിരിക്കും. ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡനവും പക്ഷേ അതിന് പേരിൽ മരണവും നടക്കുന്ന പ്രദേശങ്ങളൊന്നും കേരളമായിരിക്കും. അപ്പം ഇതെല്ലാം പരസ്പരം റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു സിസ്റ്റമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീധനം ഇത്ര വ്യാപകമായിട്ട് വന്നത്? ഇത്രയും ജ്വല്ലറീസ് എന്തുകൊണ്ട് വ്യാപകമായിട്ട് വീഴുന്നത്? ഈ ജ്വല്ലറീസൊക്കെ ഇത്രയും പെട്ടെന്ന് വ്യാപകമായിട്ട് വരുന്നത് ഗൾഫ് ഭൂമിന് ശേഷമാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന കഴിഞ്ഞൊരു 40 വർഷത്തിനിടയ്ക്കാണ്. അപ്പോൾ ആലുക്കാസൊക്കെ തുടങ്ങിയ സമയത്ത് തൃശ്ശൂർ ഒരു ചെറിയൊരു കട പോലുള്ള തുടങ്ങിയ സാധനമാണ്. അന്നൊക്കെ പരമാവധി സ്ത്രീധനമായി കൊടുക്കുക ഒരു മോതിരമൊക്കെയാണ്, ഒരു മോതിരം അല്ലെങ്കിൽ ഒരു താലി പോലെയുള്ള. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? മിഡിൽ ക്ലാസിൻ്റെ വീട്ടിൽ പോലും 100 പവനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 100 പവൻ കൊടുത്ത കുട്ടീനെയാണ് അതിൻ്റെ കൂടെ കൊടുത്ത കാറിൻ്റെ ക്വാളിറ്റി പോരാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കൊന്നളഞ്ഞത്, ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അടിമുടി മധ്യവർഗവൽക്കരിക്കപ്പെട്ട മലയാളിയുടെ ഒരു മാനസികാവസ്ഥയുടെ ഒരു റിഫ്ലക്ഷനാണ് ഇത് രണ്ടും. ഈ സ്വർണം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അടിമുടി മധ്യവർഗവൽക്കരിക്കപ്പെട്ടപ്പോൾ മലയാളിയുടെ ജീവിത ചെലവ് ഭയങ്കരമായിട്ട് കൂടി. ഈ ജീവിത ചെലവ് പോസിറ്റീവായി കൂടിയാണ്. അപ്പോൾ നല്ല വിദ്യാഭ്യാസം കൂടി CBSE സ്കൂളുകളും ICSE സ്കൂളുകളും ഒക്കെ പ്രൈവറ്റ് മേഖലയിൽ നല്ല സ്കൂളുകളുള്ള സ്ഥലമാണ് നമ്മുടെ നാട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. നമ്മൾ പൊതുവേ ഉയർന്ന പോപ്പുലേഷൻ ഉള്ളൊരു പ്രദേശമാണ്, ഉയർന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള പ്രദേശമാണ്. ഈ കുട്ടികൾക്ക് ഇവിടെ എല്ലാവർക്കും ജോലി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് ലോകത്തിൽ എവിടെയും പോയി ജോലി നേടിയെടുക്കാൻ ശേഷിയുള്ള ആളുകൾ. അപ്പോൾ നീ ഇപ്പോൾ ആഫ്രിക്ക തൊട്ടിട്ട് അന്റാർട്ടിക്ക വരെയുള്ള സ്ഥലങ്ങളിൽ നിനക്ക് മലയാളികളെ കാണാൻ പറ്റും. മുമ്പും മലയാളികളുണ്ടായിരുന്നു, പക്ഷേ അവർ സ്കിൽഡ് ലേബേഴ്സ് ആയിരുന്നില്ല അധികവും. ഇപ്പോൾ നമ്മളെ കുട്ടികൾ അധികം സ്കിൽഡ് ലേബേഴ്സാണ്, ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ മലപ്പുറത്ത് നിന്നൊക്കെ പോയതല്ല, കോഴിക്കോട് നിന്നൊക്കെ പോയിരുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർ ഫിസിക്കൽ ലേബറിന് പോയിരുന്ന ആളുകളാണ്. ഇപ്പം നമ്മളെ ആളുകൾ അങ്ങനെയല്ല, കുട്ടികൾ സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടാണ് പോകുന്നത്. അത് ഇതിൻ്റെ ഒരു ഗുണമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ ലോകത്ത് അതിനുശേഷം ഈ അഫ്ലുവൻസ്, ഗൾഫ് പണത്തിൻ്റെ ഒരു അഫ്ലുവൻസ് വന്നതിന് ശേഷം ടെലിവിഷൻ മേടിച്ച് ആദ്യ കാലത്ത് ദൂരദർശനം ഉണ്ടായിരുന്നുള്ളൂ. ദൂരദർശനിൽ കാര്യമായി വലിയ പരസ്യമൊന്നും വന്നിരുന്നു. ആകപ്പാടെ ഗുഡ് നൈറ്റ് മോഹൻ സാറിൻ്റെ ഗുഡ് നൈറ്റിൻ്റെ പരസ്യവും, അത് നമ്മളെ വീട്ടിലൊന്നും ഈ ഗുഡ് നൈറ്റ് മോഹൻ സാറിൻ്റെ സാധനം മേടിച്ചേക്കാനുള്ള സംഭവമല്ല. കറണ്ട് വേണ്ടേ? ഗുഡ് നൈറ്റ് സാറെ കുത്തിയൊക്കെ കറണ്ട് വേണ്ടേ? നമ്മൾ കാമത്തിരിയായിരുന്നു അത് ചോദിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പം അതുപോലെ വാഷിംഗ് പൗഡർ, നിർമ്മ, ഇതൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട. ജ്വല്ലറിയുടെ ഒക്കെ പരസ്യം വളരെ അപൂർവമായില്ല. പിന്നെ മഴ മഴ വന്നാൽ സെൻറ്റ് ജോർജ് കുടക്കണം. പോപ്പി പിന്നീടാണ് സെൻറ്റ് ജോർജ് അടിച്ച് പിരിഞ്ഞ്, പിന്നെ പോപ്പിയും ജോണുമായി മാറി. അങ്ങനെ ഒന്നാണ്. പിന്നെ ഇതൊക്കെ ആയിരുന്നു അന്ന സമയത്തുള്ള പരസ്യങ്ങൾ. അന്ന് ആലുക്കാസിൻ്റെ ആലപ്പാടിൻ്റെയൊക്കെ പരസ്യം വന്നത് വളരെ അപൂർവമായിട്ട് മനോരമ മാധവൻ പത്രങ്ങളിലാണ് വന്നിരുന്നത്. TV അത്ര വരില്ലായിരുന്നു, ഭീമയുടെയൊക്കെ പരസ്യങ്ങൾ. അപ്പോൾ TV അത്ര കാര്യമായിട്ടും ഇല്ല. അത് കഴിഞ്ഞ് ഗ്ലോബലൈസേഷനും കേബിൾ റെവല്യൂഷനും വന്നു. അപ്പോൾ ഈ ഗൾഫ് പണം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, റിലേറ്റീവ്ലി നമ്മൾ അഫ്ലുവൻ്റ് ആണ്. അപ്പം ഗൾഫ് പണമൊക്കെ വന്ന് ഗൾഫുകാരുടെ വീട്ടിലൊക്കെ ഈ ടെലിവിഷൻ വന്നു, പിന്നെ ഏഷ്യാനെറ്റ് വന്നു, ചാനലുകളൊക്കെ വന്നു. ഈ ചാനലുകളൊക്കെ വന്നപ്പോൾ ദൂരദർശനം അത്ര റേറ്റ് ഇല്ലയെന്ന് തോന്നുന്നു. കൂടുതൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ന്യൂസ്, ഈ ആലുക്കാസിൻ്റെയൊക്കെ പരസ്യങ്ങളൊക്കെ കാര്യമായിട്ടൊക്കെ വന്നു തുടങ്ങി. കല്യാണങ്ങളുടെ മോഡൽ, ഉത്തരേന്ത്യൻ്റെ സംഗീത രീതിയിലുള്ള കല്യാണം, ഒരു വധു എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. ഞാനിതിൽ ഏറ്റവും വലിയ ഇവിടെ പ്രമുഖ ജ്വല്ലറി ഉടമയുടെ മകളുടെ കല്യാണം നടന്നപ്പോൾ ആ കുട്ടി ആപാടെ പ്ലാറ്റിനത്തിൻ്റെ ഒരു മാല ഇട്ടുള്ളൂ.
അവരുടെ പരസ്യത്തിന് മൊത്തം ഉള്ളത് ഒരു 110 പവനും 150 പവനും ആണ് നിൽക്കുന്നത്. എല്ലാ ജ്വല്ലറിയുടെ എങ്ങനെ? അതാണ് അതിൻ്റെ രസം. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആ ജ്വല്ലറി ഉടമയുടെ മോളെ കണ്ടുപിടിച്ചാൽ കുട്ടി പ്ലാറ്റിനത്തിൻ്റെ ഒരു ചെറിയ നെക്ലേസ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ മാത്രം ഇവിടെ രാഷ്ട്രീയക്കാരുടെ മക്കളെ മേടിക്ക് രാഷ്ട്രീയക്കാരുടെ മക്കളെയും ഭാര്യമാരുടെയും അല്ല രാഷ്ട്രീയക്കാരുടെയും കല്യാണത്തിന് വലിയ രീതിയിലുള്ള സ്വർണ്ണം അണിഞ്ഞിട്ടാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പം ആർഭാടം അത്യാവശ്യമല്ലാത്ത പോസിറ്റീവായ ചിലവുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ആർഭാടം വന്നു. ഇതിൻ്റെ കൂടൊപ്പം തന്നെ കൂടുതൽ ടി വി അന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗ്ലോബലൈസേഷൻ വന്നത് ഗോൾഡ് സ്റ്റാർ, അതിന് മുമ്പ് BPL-ഉം കെൽട്രോണും മാത്രമായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നു ഇവിടെ കമ്പനി. ഒരു സോൾജിയർ അങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടാവും അങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, പേര് അങ്ങനെ തോന്നുന്നു. അത് കഴിഞ്ഞ് ഗോൾഡ് സ്റ്റാർ വന്നു, LG വന്നു, സാംസങ് വന്നു. ഇതിൻ്റെ കൂടെ തന്നെ എന്ത് വന്നു, മൈക്രോ ക്രെഡിറ്റുകൾ വന്നു. അപ്പോൾ മൈക്രോ ക്രെഡിറ്റ് ഇപ്പം ഗൾഫുകാർക്ക് നേരിട്ട് കാശ് കൊടുത്തിട്ട് ഒരു TV എടുക്കാം, ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ഈ എണ്ണിച്ചൊട്ട് അപ്പം പോലുള്ള ശമ്പളമാണ്. അതിലൊരു TV ഒന്നും ഒറ്റ അടിക്കൊന്നും കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ മൈക്രോ ക്രെഡിറ്റ് വന്നു. മൈക്രോ ക്രെഡിറ്റ് വന്നതോടുകൂടി അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് കമ്പനി, പണ്ടൊക്കെ LIC ഒക്കെ എല്ലാവരും ഒന്നും എടുക്കില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു നാട്ടിൽ 2 വീട്ടിലെ TV ഉള്ളതെന്നോ ഒരു നാട്ടിൽ 2 വീട്ടിലെ LIC ഒക്കെ എടുക്കുക. ആളുകൾ ഈ LIC ഏജൻറ്റുമാർ കൂടുതൽ വിദ്യാഭ്യാസമ്പന്നമായ പിള്ളേർ വന്നതോടുകൂടി പല സ്കൂൾ മാഷുമാരൊക്കെ പിരിഞ്ഞപ്പോൾ അവർ LIC ഏജൻറ്റുമാരായി. ആ സമയമാകുമ്പോൾ മുമ്പ് അവർ രാഷ്ട്രീയത്തിലായി നേരിട്ട് പോയിക്കൊണ്ട് ഇവരൊക്കെ തന്നെ ഇവർ പഠിച്ച സ്റ്റുഡൻസിനെ കൊണ്ടൊക്കെ LIC ഒക്കെ എടുപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള ചിലവ് കൂടി. പിന്നെ ഗൾഫുകാരൊക്കെ നല്ല കോൺക്രീറ്റ് വീട്, ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തു, കോൺക്രീറ്റ് വീടൊക്കെ മേടിച്ചു തുടങ്ങി. പിന്നെ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി തന്നെ വൻതോതിൽ കാറുകളൊക്കെ വന്നു. അത് ദേവു ഹുണ്ടായി വന്നു, മാരുതി തന്നെ പല വേർഷൻ വണ്ടികൾ ഇറക്കി. പിന്നെ ഫോർഡ് വന്നു, ഓപ്പൽ ആസ്ട്ര വന്നു, ഒരുപാട് വണ്ടികൾ, ഇപ്പോൾ കിയ വരെയുള്ള വണ്ടികൾ വന്നു, ടാറ്റേൻ്റെ ഇടയ്ക്ക് വണ്ടികൾ കൊണ്ടുവന്നു. ഇതൊക്കെ ഗൾഫുകാരൻ മേടിക്കും, അതുപോലെ തന്നെ ബിസിനസ്സുകാരും എങ്ങനെയെങ്കിലുമൊക്കെ മേടിക്കും. ഇത് കണ്ടപ്പം ഈ മിഡിൽ ക്ലാസ്സിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ അത്യാവശ്യം ഭൂമിയുള്ള ആളുകൾക്കൊക്കെ അടുത്ത വീട്ടിൽ ഇത്തരം വീടുണ്ടാകുന്ന സമയത്ത് ഈ വീടുകൾ മേടിക്കണം എന്നായിരിക്കും. പിന്നെ എന്തെങ്കിലും ഈ ഇഷ്ടംപോലെ സബ് കോൺട്രാക്റ്റ് ഇന്ത്യയിലേക്ക് വന്നു. ISROയുടെ ഒരു ചെറിയ സാധനം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ കമ്പനി, ചെരുപ്പ് കമ്പനികളുടെ സബ് കോൺട്രാക്റ്റ്, അങ്ങനെ പലതും വന്നു. അങ്ങനെ നമ്മളറിയാതെ ഒരുപാട് സബ് കോൺട്രാക്റ്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ, കുറച്ചൊക്കെ നമ്മളെ നാട്ടിലും കിട്ടി. ഈ സബ് കോൺട്രാക്ടർമാരുടെ പല ആളുകൾ മലയാളത്തിൽ വരിക, അവരും അത്യാവശ്യം കാശ് അവരുടെ കയ്യിൽ വരികയും ചെയ്തു. ഇതിൻ്റെ കൂടെ IT റവല്യൂഷൻ വന്ന സമയത്ത് ടെക്നോ പാർക്കിലൊക്കെ ആദ്യകാലത്ത് നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ കഴിഞ്ഞ 30 വർഷത്തിനിടയിലാണ് ഇത്രമാത്രം വണ്ടികൾ വന്നത്, ഇത്രമാത്രം മൾട്ടി സ്റ്റോറീഡ് വീടുകൾ, ടെറസ് വീടുകൾ, കോൺക്രീറ്റ് വീടുകൾ വന്നത്, ഫ്ലാറ്റുകൾ വന്നത്. പക്ഷേ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇക്കോണമി നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ ഇക്കോണമി ഇവിടെ ഇൻഡസ്ട്രിയൽ സെക്ടർ തകർന്ന് തരിപ്പണമായി, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ തകർന്ന് തരിപ്പണമായി. നമുക്ക് ആകപ്പാടുള്ളത് സർവീസ് സെക്ടർ മാത്രമേ ഉള്ളത്, അതും ഗൾഫ് ബേസ്ഡ് ആയിട്ടാണ്. അതും ഈ സർവീസ് സെക്ടർ ഈ കാലഘട്ടത്തിലാണ് രൂപം കൊണ്ടുവരുന്നത്. അപ്പം ആളുകൾ എങ്ങനെയാണ് ഈ പറയുന്ന ഇവർക്ക് വന്ന പുതിയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഉപഭോഗവസ്തുക്കൾ മേടിക്കാനും ഈ പുതിയ തരത്തിലുള്ള വീടുകൾ ഉണ്ടാക്കുന്ന കാശ് കണ്ടെത്തിയത് അവർ പല രീതിയിലുള്ള ലോണുകൾ എടുത്തിട്ടാണ്. ലോണുകൾ കുറച്ചുകൂടി ഈസിയായി കിട്ടി തുടങ്ങി. ബജാജ് ഫിൻസർവ് വന്നു, മുത്തൂറ്റ് ലോൺ കൊടുത്തു തുടങ്ങി, നമ്മൾ ബോച്ചെ ലോൺ കൊടുത്തു തുടങ്ങി. ഇങ്ങനെ ഒരുപാട് ലോൺ. ഈ ലോണൊക്കെ തിരിച്ചടയ്ക്കണ്ടേ? ഈ ലോണൊക്കെ തിരിച്ചടയ്ക്കുന്ന സമ്മർദ്ദം കൂടി. അതിൻ്റെ കൂടെ തന്നെ ഈ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ്, അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും, ഇങ്ങനെയുള്ള ചിലവ്, ചിലപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നം. അതിനിടയ്ക്ക് നിതാകത്തൊക്കെ വന്ന് ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, പെട്ടെന്ന് ഈ വരുമാനം അങ്ങോട്ട് നിൽക്കുകയാണ്. സത്യത്തിൽ മലയാളിക്ക് വന്നിട്ടുള്ള ഈ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിൽ നിന്ന് മലയാളി രക്ഷപ്പെടാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഈ മദ്യപാനം. അങ്ങനെ കഴിഞ്ഞ ഒരു 30 വർഷത്തിൽ ഭീകരമായ രീതിയിലാണ് മദ്യപാനം കൂടിയത്. യുവതലമുറയാണല്ലോ കൂടുതൽ. അല്ല, അതിന് കാരണത്തിനാണ് യുവതലമുറ അത് കണ്ടുപിടിക്കുന്നത് എവിടെയാണ്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന തന്നെ മാതിരി ഒരു മോഹൻലാൽ ഈ പറയുന്ന കുളത്തിലെ വെള്ളത്തിൽ മുക്കി കുടിക്കുന്നു. 2 മൂപ്പര് ഇളനീരിൽ മുക്കി കുടിക്കുന്നു. ഇതൊക്കെ മുമ്പ് ഈ പറയുന്ന പല നടന്മാർ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാലങ്ക നായരൊക്കെ പരിപാടി തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ ജോസ് പ്രകാശിൻ്റെ ഒക്കെ പാർട്ടികൾ തുടങ്ങുന്നത് തന്നെ കളർ വെള്ളം കൊടുത്തുകൊണ്ടാണ്. ഈ അത് മാറ്റി നിർത്തിയിട്ട് ഈ കുട്ടികൾ കുടിക്കാൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ ഈ പറയുന്നതിൻ്റെ മാതിരി ഒന്ന് ഗൾഫിലൊക്കെ പോയി കാശ് വരുമ്പോൾ ഒരു കുപ്പിയായിട്ട് വരും. അങ്ങനെ അത് ജസ്റ്റ് പരിചയം മാത്രമേ, കുളത്തിനിടയിൽ നിന്ന് ജസ്റ്റ് നടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇത് വ്യാപകമാവുന്ന എവിടെ നിന്ന് വെച്ചാൽ അങ്ങനെ ഇത് തുടക്കേ ഉള്ളൂ. ഇവരുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ വരും.
പ്രതിസന്ധികൾ വരുമ്പോൾ ഇങ്ങനെ പ്രഷറൊക്കെ വരുന്ന സമയത്ത് രക്ഷപ്പെടാൻ ആത്മഹത്യ ഇവിടെ കൂടുതലാണ്. വളരെ ഇങ്ങനെ ഈ പ്രഷർ കൂടുമ്പോൾ ലോണും ഒക്കെ വരുമ്പോൾ പ്രഷർ കൂടുമ്പോൾ സത്യത്തിൽ ഇവർ വൈകുന്നേരം ഈ കുടിച്ചിതങ്ങ് മറക്കാൻ ശ്രമിക്കുന്നതാണ് സത്യത്തിൽ. വേറൊരു വഴിയുമില്ല. തൽക്കാലം ഒരു റിലീഫാണ്, സോഷ്യൽ മെഡിസിൻ എന്ന രീതിയിലാണ്. പിന്നെ പതുക്കെ ഇതൊരു അഡിക്ഷനായിട്ട് അങ്ങ് മാറും. ഇതാണ് സംഭവം. ഇതൊക്കെ പരസ്പരം റിലേറ്റഡ് ആണ്. ഇക്കോണമിയിൽ വന്ന മലയാളിയുടെ അതീതീവ്രമായ മദ്യപാനവും ഈ സ്വർണത്തിൻ്റെ കൂടുതൽ കാറുകൾ നമ്മളെ മാർക്ക് തന്നത്, വലിയ ഫ്ലാറ്റുകൾ, ഇതൊക്കെ നമ്മൾ പരസ്പരം ബന്ധമാണ്. കാരണം ഇതിനെ താങ്ങി നിർത്താൻ ഇക്കോണമി, ഒരു സ്റ്റെബിലിറ്റി നമ്മുടെ ഇക്കോണമിക്ക് ഇല്ല. പലപ്പോഴും നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും ഗൾഫ് മണിയൊക്കെയാണ്. അപ്പോൾ ഗൾഫ് മണിയൊന്നും പണ്ടത്തെ പോലെ ഇപ്പോൾ ഫ്ലോ ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഇതുകൊണ്ട് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നിൽക്കില്ല. ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് 2 മുറി വീടുണ്ടാക്കാതെ ഇരിക്കുമ്പോൾ ഒരുത്തം വന്ന അഭിപ്രായം പറയും, അല്ല അപ്പോൾ അത് വേറൊരു വീട് വരും, അപ്പോൾ അത് 4 മുറിയാവും, മൾട്ടി സ്റ്റോറീഡ് ആവും, അപ്പോൾ അത് സ്വിമ്മിംഗ് പൂൾ, അപ്പോൾ സ്വിമ്മിംഗ് പൂൾ പോലെ സാധനം ഇപ്പുറത്ത് വേണ്ടി വരും. ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി. പക്ഷേ അതിൻ്റെ ബേസ് മലയാളിക്കില്ല. അതിൽ ഈ പ്രഷറിൽ നിന്ന് മോചനം നേടാനാണ് ഈ മദ്യപാനം കൂടുതലും. സമ്പത്താണ് മദ്യപാനത്തിന്റെ കാരണം. സമ്പത്തില്ലായ്മയാണ് മദ്യപാനം. സമ്പത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സമ്പത്തില്ലായ്മയാണ്. അപ്പോൾ എങ്ങനെ ഒരു റിലീഫ് കിട്ടണ്ടേ? ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അയാൾ പറയുക, സൈക്കോളജിസ്റ്റ് പോയെന്ന് വെച്ചാൽ തന്നെ നെഗറ്റീവ്, ഭ്രാന്തനാന്ന് പറയും. പിന്നെ ആ വീട്ടിൽ ഒരു കല്യാണം നടക്കില്ല. കൗൺസിലിങ്ങിനൊക്കെ ഇപ്പോഴാണ് പിന്നെ ഒരു സ്വീകാര്യത തോന്നി. ഇപ്പോൾ എന്നിട്ട് പോലും ഇല്ല. പലരും കൗൺസിലിംഗ് രഹസ്യമായി വെക്കാറാണ് പതിവ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന രീതിയിലാണ് ഈ മദ്യത്തോടുള്ള ഇത്രയും വലിയ ആസക്തി. പിന്നെ മുമ്പത്തെക്കാളും കൂടുതൽ ഇപ്പോൾ മദ്യം അവൈലബിളാണ്, പല ബ്രാൻഡുകളും അവൈലബിളാണ്. അപ്പോൾ സെലിബ്രേഷനൊക്കെ ആയിട്ട്, അതായത് ഓണം കാലഘട്ടത്തിലൊക്കെ മദ്യം ഉണ്ടെങ്കിലേ തീരുള്ളൂ എന്നുള്ളത്. മത്സരമാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയിലൊക്കെ അങ്ങനെ വന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ രോമാഞ്ചം പോലുള്ള സിനിമയിലൊക്കെ കണ്ടത് വെള്ളടിച്ച് ഡാൻസ് ചെയ്യുന്നത്. മുമ്പൊക്കെ അങ്ങനെ വെള്ളടിച്ച് ഡാൻസ് ചെയ്ത് നിങ്ങൾ കണ്ടിരുന്നു? അങ്ങനെ എല്ലാ സിനിമയിലും ഉണ്ട്. അപ്പം വെള്ളം അടിച്ചിട്ട് മോഹൻലാലിനെ പോലെ എവിടെയെങ്കിലും ഇന്ന് കണ്ട് ഡയലോഗ് അടിക്കുന്ന മാത്രമല്ല, ഡാൻസ് ചെയ്യണമെങ്കിൽ വെള്ളടി വേണമെന്നുള്ളത് DJ പാർട്ടികൾ വന്നു. അതിൻ്റെ സൈഡാണ്. പക്ഷേ ബേസിക്കലി ഇതിന് മലയാളി അവൻ്റെ സമ്മർദ്ദം അകറ്റാനുള്ള ഒരു മാർഗം എന്ന രീതിയിലാണ് ഈ വെള്ളടി ഇത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി പുതിയ പിള്ളേർക്ക് വെള്ളടി താരതമ്യേന കുറവാണ്. അവർ മറ്റേ വേറെ ഐറ്റംസാണ്, MDMA പോലെയുള്ള ഐറ്റംസ്. അതെൻ്റെ അഫ്ലുവൻസിൻ്റെ കാര്യം കൂടിയാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ വീട്ടിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടാവും. ഈ അച്ഛൻ എങ്ങനെ കാശ് ഉണ്ടാക്കുന്നു എന്ന് മക്കൾ അറിയുന്നില്ല. അങ്ങനെയാണ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ കാശ് കിട്ടാതാവും. പിന്നെ അവനെന്ത് ചെയ്യും? ഇതിൻ്റെ കാരിയറായി മാറും, ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറും, അവൻ ക്രൈമിലേക്ക് പോകും. ഇതൊരു വിഷ്യസ് സർക്കിളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിലൊന്നും ഇത് ഇത്രമാത്രം ജ്വല്ലറിയുടെ പരസ്യങ്ങൾ വരുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ കാണണം, അത്രമാത്രം സമ്മർദ്ദം വരികയാണ്. ഇതിപ്പോൾ ഇക്കോണമിക്ക് ഏത് രീതിയിൽ അത് പ്രൊഡക്റ്റീവായി മാറുന്നത്? ഇപ്പോൾ മുക്കിനാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരമൊന്നുമല്ല. അവിടെ നിന്ന് പിന്നെ അടിക്കും. എനിക്കറിയാം, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബങ്ങൾ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഞാനൊക്കെ ജീവിച്ച സാഹചര്യത്തിൽ എൻ്റെ നാട് ഈ വ്യാജവാറ്റിന് പേര് കേട്ട സ്ഥലമാണ് കോഴിക്കോട്. പക്ഷേ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഞാൻ പഠിച്ച കോളേജ് JNU അറിയാം. അവിടെ എൻ്റെ പ്രൊഫസേഴ്സൊക്കെ എൻ്റെ മുന്നിൽ നടി. ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ പെട്ടെന്ന് ഓടി വന്ന് പങ്കെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ലുക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ആരെങ്കിലും ആദ്യകാലത്തൊക്കെ ഇങ്ങോട്ട് ആരെങ്കിലും ചോദിച്ചു വന്ന് ഞാൻ അതിലും വലിയ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ജലദോഷമൊക്കെ എടുക്കുന്ന സൗണ്ടൊക്കെ പറഞ്ഞ് ഞാനൊക്കെ എടുത്തുകൊണ്ട് വരുന്ന മാതിരി പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റാത്തത് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വെള്ളടിക്കാത്ത ആളായി. അപ്പം അതിന് കാരണം എൻ്റെ വീട്ടിലൊരു സാഹചര്യമാണ്. വീട്ടിലെന്ന് വെച്ചാൽ പാപ്പയെ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടുണ്ട്. അത് മുസ്ലിമാണ്, ഗാന്ധിയൻ കുടുംബമാണ്. അപ്പോൾ നമ്മൾ പറയും ഈ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. നമ്മളെന്തിനാണ് ആ സമയത്ത് പാല് മേടിച്ചു? എനിക്ക് പാലിനോട് ഭയങ്കര അഡിക്ഷനാണ്. ഞാൻ ഇപ്പോഴും ദിവസം എനിക്ക് തോന്നുന്നത് 2 ലിറ്റർ പാലെങ്കിലും ഒന്ന് ചായയുടെ രൂപത്തിൽ വേറൊരു രൂപത്തിൽ കഴിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് പിന്നെ ഉമ്മ എന്നെ മുന്നറിയിപ്പ് വന്നു. ഒരു പരിധി അന്ന് ഞങ്ങൾ പറഞ്ഞാൽ നീ ഇത്തിരി കുടിക്കുക. അതോടൊപ്പം ഞാൻ കുറച്ചു. അപ്പോൾ എനിക്ക് 1 ലിറ്ററിലൊക്കെ നിൽക്കുന്നുണ്ട്, 2 ചായയിൽ നിൽക്കുന്നുണ്ട്. അപ്പം കുടുംബത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പാഠം പോലെ. അപ്പോൾ അച്ഛൻ കുടിക്കുന്നതാണ് പൊതുവേ മക്കൾ അത് നെഗറ്റീവ് അല്ല തോന്നുന്നു. എന്ന് വെച്ചാൽ മാന്യമായി കുടിക്കുന്ന അച്ഛന്മാരുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലാത്ത. ഈ അച്ഛൻ കുന്തം മറിഞ്ഞ് വരുന്ന കുടുംബത്തിലെ പിള്ളേരാണ്. അവർ കണ്ട് അമ്മേൻ്റെ ബുദ്ധിമുട്ടൊക്കെ കണ്ട് അവരൊരിക്കലും കുടിക്കില്ല. ചിലരിത് തന്നെ പാഠമാക്കി മാറ്റും. പിന്നെ വേറൊരു ഇതുണ്ട്, നമ്മൾ കോളനികളൊക്കെ നടക്കുന്ന ഒരു കുടിയെന്ന് വെച്ചാൽ പണ്ട് പാവപ്പെട്ട കർഷക തൊഴിലാളികൾ അവർക്ക് ഈ നെല്ലൊക്കെ ഇട്ട് മാറ്റിയ സാധനം കിട്ടായിരുന്നല്ലോ. അന്ന് ഭയങ്കര അധ്വാനമാണ്, കൂലിയുമില്ല. അപ്പോൾ അവർ ഒരു ശീലമായിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പണ്ടേ കുടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുക, ഒരു ശീലം ഉണ്ടായിരുന്നു. അതിപ്പോഴും കോളനികളിൽ ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അവിടെ അഫ്ലുവൻസ് വന്നെങ്കിൽ പോലും കുടി അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പം അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അത് എനിക്ക് ഇപ്പം ഈ വാക്ക തൊഴിലാളികളുടെ ഇടയിലുണ്ട്. നമുക്കൊരു ഒരു കോൺക്രീറ്റ് നടക്കാൻ ആദ്യം കുപ്പി ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ കുപ്പി മാത്രം വേണം, ആ സമയത്ത് ബിരിയാണിയോ. അപ്പോൾ അവർ നിർബന്ധിച്ച് നമ്മൾ പൈസ അല്ല, നിങ്ങൾ ഇവിടെ പറ്റില്ല എന്ന് പറയും.
അപ്പോൾ അങ്ങനെ ചില ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വരുന്നുണ്ട്. അത് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇത്രയും അധികരിക്കാൻ കാരണം വെള്ളമടിക്കാരുടെ സ്വന്തം നാട് എന്ന പേരിൽ കേരളം അറിയപ്പെടാൻ ഒരു കാരണം ഈ പറയുന്ന നമ്മളെ അതിര് കടന്ന ഉപഭോഗ തൃഷ്ണയാണ്. ഇത് ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും നമ്മുടെ പൊതുസമൂഹത്തിനും വലിയൊരു പങ്കുണ്ട്. എല്ലാവരും പറയും ആർഭാടങ്ങൾ വേണ്ടാന്നൊക്കെ പറയെങ്കിലും ഈ ആർഭാടങ്ങൾ എല്ലാവരും ഭാഗവാക്കാവുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നു, ആർഭാടം വേണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ മക്കളെ കല്യാണത്തിൽ അവർ വീട് വെക്കുമ്പോൾ ഇത് കടന്ന് വരുമ്പോൾ സ്വാഭാവികമായി അവർക്ക് വിലയില്ലാതായി. അത്ര എളുപ്പത്തിൽ തീർക്കാവുന്ന പ്രശ്നമല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഗൾഫ് നമുക്ക് ഗൾഫ് തന്നെ ഇപ്പോൾ ഈ EVs ഒക്കെ വന്നിട്ട് ഇപ്പോൾ പൂട്ടി പോകുന്നൊരവസ്ഥയിലാണ്. ഇവിടെ ആണെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാതിരി അഗ്രികൾച്ചർ സെക്ടറോ ഈ മാനുഫാക്ചറിങ് സെക്ടറോ വളരുന്നില്ല നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് ഈ സർവീസ് സെക്ടർ എന്ന ഒരു ബൂമാണ്. അതേ സമയം പൊട്ടാം. ഇത് അപകടകരമായ സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.